പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ചില മരണവാർത്തകൾ നമ്മൾ തന്നെ സ്റ്റക്കായി പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ലേറ്റാകുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥ. ഈ അടുത്തായിട്ട് എത്രയെത്ര ആളുകളാണ് മുങ്ങി മരണപ്പെട്ടു പോയത്. നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു സംഭവം. ഇന്നലെ 11 മണിക്ക് കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയതാ. ഏറെ സന്തോഷത്തിൽ തമാശകൾ പറഞ്ഞു പോയതായിരുന്നു. മരണം വിധിച്ചെടുത്ത് നമ്മെ മാടി വിളിക്കുമെന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ പടച്ചറബ്ബ് അവിടെയായിരിക്കാം മരണം വിധിച്ചിട്ടുള്ളത്. കരിമ്പിൽ ചുള്ളിപ്പാറ സമൂസക്കുളത്തിലായിരുന്നു ഇവർ കുളിക്കാൻ പോയത്. കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടെ സാദിഖിനെ കാണാതാവുകയായിരുന്നു. ഉടനെ തന്നെ പ്രദേശവാസികളെ വിവരം അറിയിച്ച് ആളുകളൊക്കെ കൂടി മുങ്ങി തിരച്ചിൽ നടത്തി സാദിഖിനെ ഉടനെ തന്നെ AKH ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ മരണപ്പെട്ട സാദിഖ് ജൂലൈ 2-ാം തീയതി വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യാൻ, പടച്ചറബിൻ്റെ വിധി അങ്ങനെയായിപ്പോയി. എല്ലാവരും ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു മരണമുള്ളത് എൻ്റെ നാട്ടിലാണ്, കണ്ണൂർ. ഒരുപാട് വേദനയ്ക്കിടയിൽ നിസാം ഇന്നലെ പടച്ചറബിലേക്ക് മടങ്ങി. ഈ ഒരു ചെറുപ്പക്കാരന് ആക്സിഡൻറ്റ് സംഭവിച്ചതായിരുന്നു. ചെക്കിക്കുളം താണയിൽ നിന്ന് കഴിഞ്ഞ റമദാൻ തുടക്കത്തിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് 5-6 മാസമായി ഇങ്ങനെ കിടക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ചെറിയ മോനായിരുന്നു. ബൈക്കിൻ്റെ ബാക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടമുണ്ടായത്. നാട്ടുകാരുടെ സഹായത്താൽ ഈ 5-6 മാസം ചികിത്സയിലായിരുന്നു. കീറി മുറിഞ്ഞ് തുന്നിച്ചേർത്ത ശരീരവുമായി കുറേ നാളുകളായി വേദന തിന്ന് ശ്വാസം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ പടച്ചറബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അതാണ് ഞാൻ പറഞ്ഞ ചില മരണവാർത്തകൾ നമ്മൾ തന്നെ സ്റ്റക്കായി പോവുകയാണ്. ഇന്നലെ എൻ്റെ നാട്ടിൽ നടന്ന സംഭവമായിരുന്നു. വല്ലാത്ത വിഷമമായിരുന്നു, വല്ലാത്തൊരു വേദനയായിരുന്നു. ഈ ഒരു മുഖം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാതാപിതാക്കളൊക്കെ മുന്നേ മരണപ്പെട്ടതാണ്. എന്നാലും സഹോദരിയും സഹോദരന്മാരും ഒക്കെയുണ്ട്. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ പൊന്നുമോൻ്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഒരുപാട് മക്കൾ പെട്ടെന്നും പിടുങ്ങനെയും അപകടത്തിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ. പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.